നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഓർമ്മയുണ്ടാകും. അതേക്കുറിച്ചുള്ള അന്വേഷണം ഒരു ഡിവൈഎഫ്ഐ നേതാവിൽ എത്തി അവസാനിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന മൈക്ക് അനൗൺസ്മെന്റിനെതിരെ ലീഗ് പരാതി നൽകിയിരിക്കുകയാണ്. തങ്ങളല്ല അത് ചെയ്തതെന്നും വ്യാജമാണെന്നുമാണ് LDFന്റെ വാദം. എങ്കിൽ ഈ വ്യാജ പ്രചാരണം നടത്തിയ മുസ്ലിം ലീഗിനെതിരെ പരാതി കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. വടകരയിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി ഈ വിഷയത്തിൽ നിന്ന് CPM പ്രതിനിധി സംസാരിക്കുന്നില്ല. അതിന് പകരം ഇടതു സഹയാത്രികൻ M ജയചന്ദ്രനാണ് നമ്മളൊപ്പം ഉള്ളത്. അതുകൂടാതെ രാഷ്ട്രീയ നിരീക്ഷകൻ NV ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം എന്നിവർ. ആദ്യം NV ബാലകൃഷ്ണനിലേക്ക്. ശ്രീ ബാലകൃഷ്ണൻ, നമ്മൾ ഈ അടുത്തടുത്തായി ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് പൊതുവെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ്. അതിപ്പോൾ CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മറ്റേത് രാഷ്ട്രീയ കക്ഷിയാവട്ടെ, ഇപ്പോൾ വർഗീയത പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും ഇത്തരത്തിൽ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്താറില്ല. അവർക്ക് പറയാനുള്ളത് അങ്ങ് പറയുകയാണ് ചെയ്യുക. അവരിത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന ഒരു രീതി എത്രമാത്രം അപഹാസ്യമാണ്. അത് ഒരു പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി, വടകര ഫിനോമിനൻ മാത്രമാണോ? അതല്ല ഇതെങ്ങനെ ഒരു പാർട്ടിയുടെ തന്നെ സ്വഭാവമാണോ? അതിപ്പോൾ ഒരു പാർട്ടിയുടെ തന്നെ സ്വഭാവമാണെന്ന് കരുതാനേ പറ്റൂ. കാരണം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പിന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇതിനു മുമ്പിൽ കാറിനകത്ത് മാഷാല്ല സ്റ്റിക്കർ ഒട്ടിച്ചത് നമ്മുടെ മുമ്പിൽ അനുഭവമായിട്ടുണ്ട്. അവിടെ തന്നെ ഫസൽ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോര ആയിട്ടുള്ളൊരു തൂവാല RSS കാര്യാലയത്തിന് മുമ്പ് കൊണ്ടിട്ടതിൻ്റെ അനുഭവമുണ്ട്. അങ്ങനെ നമ്മൾ സംസ്ഥാനത്ത് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പം നേരത്തെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമാവുകയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു ചോദിച്ചാൽ, ഷാഫിയുടെ ഇലക്ഷൻ്റെ സമയത്ത് ശൈലജ ടീച്ചർക്കെതിരായിട്ട് വ്യക്തിഹത്യ നടത്തുന്നു, അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള രൂപത്തിലൊക്കെ വലിയ ക്യാമ്പയിൻ എടുത്തു. കേരളത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ CPMകാരല്ലാത്ത വനിതകളെയൊക്കെ സമീപിച്ചിട്ട് ഈ വ്യക്തിഹത്യക്കെതിരായിട്ടുള്ള ക്യാമ്പയിനൊക്കെ അവർ നടത്തുകയുണ്ടായി, ഒപ്പ് ശേഖരണമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ അങ്ങനൊരു വീഡിയോ ആരും കണ്ടില്ല. എത്ര അന്വേഷിച്ച് നടന്നിട്ടും കണ്ടില്ല. അല്ല, ഇതിനകത്ത് ഒപ്പിട്ടുള്ള ആളുകളോട് ഉൾപ്പെടെ ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ടിട്ടില്ല. അതായത് സംഘടിതമായി പ്രചാരവേല നടത്തുകയാണ്, ടീച്ചർക്കെതിരായിട്ട് വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ളത്. ആ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ 1957 മേപ്പയ്യൂരിലെ നാദാപുരത്തെ തെരഞ്ഞെടുപ്പിൽ CH കണാരൻ, പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്, CH കണാരൻ മത്സരിക്കുന്ന സമയത്ത് ആ മത്സര സമയത്ത് CH കണാരൻ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകുന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ വളരെ വ്യാപകമായി ഈഴവ മേഖലകളിലാകെ ഒരു പോസ്റ്റർ അന്ന് പതിച്ചു. ആ പോസ്റ്റർ പറഞ്ഞിട്ട് കള്ളത്തീയന് വോട്ടില്ല, കൊടുകാത്തീയന് വോട്ടില്ല, CH കണാരന് വോട്ടില്ല. അതായത് CH കണാരൻ ഈഴവനാണ്, തീയനാണ് എന്നൊരു കാര്യം ആ പ്രദേശത്തെ ആളുകളെ ബോധ്യപ്പെടുത്തി തീയന്മാർക്കിടയിൽ നിന്ന് കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പരിശോധനയാണ് നടത്തിയത്. ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ അല്ല ശ്രീ NV ബാലകൃഷ്ണൻ, ഈ കഥ ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ഒരിക്കൽ പറഞ്ഞതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് കിട്ടിയിരുന്നു. പിന്നെ ആ കേസ് എവിടെയായെന്ന് അറിയില്ല. അതെ, അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് CPMകാരുടെ വാദം. അല്ല, CPMകാർ അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനുള്ള തെളിവ് ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നൊട്ടിച്ച പോസ്റ്ററൊന്നും നമുക്ക് എടുത്തു വെക്കാനൊന്നും കഴിയില്ല. പക്ഷേ CPMയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞാൻ ദീർഘകാലമായി CPMയുമായിട്ട് ബന്ധപ്പെടുകയും CPMൻ്റെ പഠന ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഇതൊരു വലിയ ചർച്ചയായ CPMനകത്ത് ചർച്ചയായ ഒരു കാര്യമാണ്. ഇതിൻ്റെ CPM അന്ന് ന്യായീകരിച്ചത് ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗത്തെ നമുക്കതുകൊണ്ട് സാധൂരിക്കാം. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ സഹായിക്കുന്നതൊക്കെ സ്വീകാര്യം, അല്ലാത്തതൊക്കെ വർജ്യം. അതുകൊണ്ട് ഇത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ CH കണാരൻ അന്ന് ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. CH കണാരൻ ജയിച്ച് നിയമസഭയിൽ വന്നുകൊണ്ടാണ് അന്നത്തെ ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് തൊഴിലാളി വർഗത്തിന് മുന്നോട്ട് പോകാൻ സഹായകമായൊരു നിലപാടാണത്. അതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. അല്ലാതെ അതിൻ്റെ മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ഇത്തരം വാദമൊക്കെ CPM ഉന്നയിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന മാഷാഹുള്ള സ്റ്റിക്കർ ഒട്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചാലും കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രശ്നം എടുത്താലും ഒക്കെ CPM ഇത്തരത്തിലുള്ള വാദങ്ങൾ പൊതുവായി ഉന്നയിക്കാറുണ്ട്. അതായത് വോട്ട് കിട്ടാൻ അവരെ ഒരു നിലപാടെന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടികളിലേക്കും പോകും. ഇത് CPMൻ്റെ സ്ഥിരം ഒരേർപ്പാടാണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പേരാമ്പ്രയിൽ ഈ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവർ CPM പ്രതീക്ഷിച്ച പോലെയല്ല വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ഞാൻ പേരാമ്പ്ര മണ്ഡലമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. വലിയ തോതിൽ ഒരുപക്ഷെ CPM അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ളൊരു വലിയ മുന്നേറ്റമാണ്
ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാക്കിയത്. അവർ ഏതാണ്ട് ഒരു വടകരയിൽ ഷാഫിയെ വന്നതിൻ്റെ ഒരു പ്രതീതിയാണ് പേരാമ്പ്രയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ സത്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും വലിയൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ അവരെ ഏതെങ്കിലും വിധേന പരാജയപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു നെറികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനൊരു ഈ നിലയിലേക്കൊക്കെ പ്രചാരണം നടത്തിയാൽ ഞങ്ങളല്ല എന്ന് CPM നിഷേധിക്കുമെങ്കിൽ അത് തെളിയിക്കാവുന്ന സംഭവമുള്ളൂ. അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ വീഡിയോ പകർത്തിയിട്ടുള്ള ആളുണ്ട്. ഞാനിപ്പോൾ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീഡിയോ പകർത്തിയിട്ട് എരവട്ടൂരിൽ അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് വണ്ടി അവിടെ നിർത്തിയിട്ടു. ആ നിർത്തിയിട്ട വണ്ടിയിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന അനൗൺസ്മെൻ്റ് ആണത്. എരവട്ടൂരിലെ മനുഷ്യന്മാരുണ്ട്, അവിടെ മറ്റാളുകളൊക്കെ ഉണ്ട്. CPM അങ്ങ് നിഷേധിച്ചുകൊണ്ട് ഇല്ലാതാവുന്ന കാര്യമല്ല, അതിനകത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചതെന്നാണെന്ന് ചോദിച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും. അത് CPMൻ്റെ പ്രശ്നമാണ്, അത് നിലപാടാണ്. ഇപ്പോൾ നമ്മൾ SDP-യുടെ പ്രശ്നം എടുത്താലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം എടുത്താലും നിങ്ങൾ ഓർക്കണം, ഈ TP രാമകൃഷ്ണൻ അവിടെ വടകര പേരാമ്പ്ര മണ്ഡലത്തിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് ഏറ്റവും അധികം ആശ്രയിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അന്ന് കിട്ടിയ വോട്ടിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് പറ്റും. അവിടെ ചെറിയ കുമ്പള പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഏതാണ്ട് 5000-ത്തിലധികം വോട്ടുള്ള ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുമായിട്ട് അന്നൊരു ധാരണ ഉണ്ടാക്കി. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി അന്ന് അവർക്ക് ചതുർത്ഥിയൊന്നും ആയിരുന്നില്ല, സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നതാവട്ടെ വെറും ഇത്തരത്തിലുള്ള ഒരു ധാരണ മാത്രമൊന്നുമല്ല. അതിന് പിന്നിൽ മറ്റു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നഗരത്തിലുണ്ടായിരുന്ന ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംവിധാനങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അന്ന് TP രാമകൃഷ്ണൻ ജയിക്കുന്നത് 5000-ത്തിനടുത്ത് വോട്ടിനാണ്. അതിലധികം വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് TP രാമകൃഷ്ണൻ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ വളരെ വ്യക്തമാണ്. CPM പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാടില്ല. വർഗീയതയെ തരാതരം പോലെ ഉപയോഗിച്ച് തങ്ങളുടെ വിജയം ഉറപ്പുവരുത്തുക എന്നൊരു നിലപാടാണ് CPM എല്ലാ കാലത്തും എല്ലാ സമയത്തും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ എത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരി, ശ്രീ ജയരാജൻ, ഇത് എങ്ങനെയാണ് വിശദീകരിക്കുക? ആ പാർട്ടി അത് വിശദീകരിക്കുന്നില്ല. ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം തെളിയും. കാഫിർ സ്ക്രീൻഷോട്ട് നമുക്കറിയാം, അതിൻ്റെ അന്വേഷണം വരെ എത്തിയെന്നുള്ളത്. ഇതും അന്വേഷണത്തിൽ വന്നാൽ കുടുങ്ങും. ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതായത് ഏത് നിലവാരത്തിലേക്കും താഴെ ഇപ്പോൾ വർഗീയ പാർട്ടികൾ പോലും പരസ്യമായി പ്രസംഗിക്കാറുണ്ട്, വർഗീയത പറയാറുണ്ട്. ഇതങ്ങനെയല്ല. മറ്റൊരു പാർട്ടിയിൽ റിവേഴ്സ് വർഗീയത ആരോപിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുതരം ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ. എങ്ങനെ വിശദീകരിക്കും LDF ഇത്? അജിംസെ, ഞാൻ ജയചന്ദ്രനാണ്, ജയരാജനല്ല കേട്ടോ. എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. നമ്മുടെ ഈ ഷോ തുടങ്ങിയപ്പോൾ എനിക്കൊരു നാക്കുപിഴ വന്നാണ്, ക്ഷമിക്കണം. ഹലോ, അല്ല, ഞാൻ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ താങ്കൾ ചോദിച്ച കാര്യത്തിൽ അല്ല, അതാ ഇതിൻ്റെ അകത്ത് ഈ പ്രശ്നത്തിൽ TP രാമകൃഷ്ണൻ ഇപ്പോൾ LDF കൺവീനറുമാണ്, പേരാമ്പ്ര MLA-യുമാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. ആ മണ്ഡലത്തിൽ ഫാത്തിമ തഹലിയ ആണ് UDF സ്ഥാനാർത്ഥി. അപ്പോൾ അവരെ അപകീർത്തിപ്പെടുത്താൻ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്നുള്ളതാണല്ലോ ആക്ഷേപം. അത് സംബന്ധിച്ചാണല്ലോ പരാതിപ്പെട്ടിരിക്കുന്നത്. പരാതിപ്പെട്ട സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും തീരുമാനവും തീർച്ചയായും ഉണ്ടാകുമല്ലോ. അതായത് തെഹ്ലിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ മുസ്ലിം ലീഗ് ഇത് നമ്മുടെ കൗമിന്റെ കുട്ടിയാണ്, അവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന് ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുകയല്ല, മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ് അവിടെ. അല്ല, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് അവർ പറഞ്ഞ വാചകം താങ്കൾ ഉദ്ധരിച്ചത് തന്നെയാണ്. അത് തന്നെയാണ് അപകീർത്തിപ്പെടുത്തുക. വേറൊരു തരത്തിലാണെങ്കിലും UDF സ്ഥാനാർത്ഥിയെ മറ്റൊരു തരത്തിൽ UDFകാർ തന്നെ പിന്നെ അവരെ ചിത്രീകരിച്ചു എന്നുള്ളതാണല്ലോ ആക്ഷേപം. അതിനാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒരു സംശയമുള്ളത്,
ശ്രീ എം ജെ പി രാ- അങ്ങ് അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് കേവലമായ ഒരു സ്ഥാനാർത്ഥിയെ അല്ല അപകീർത്തിപ്പെടുത്തുന്ന ആയിക്കോട്ടെ ഇപ്പൊ എതിർ എന്റെ സ്ഥാനാർത്ഥി നിലപാടുകളെ എതിർ സ്ഥാനാർത്ഥി വർഗീയത പറയുന്നതിന് രീതിയുണ്ട്. അത് തന്നെയാണ് കാഫിർ സ്ക്രീൻഷോട്ടിലും ഉണ്ടായിരുന്നത്. അല്ല, കാഫിർ സ്ക്രീൻഷോട്ടിലും LDF സ്ഥാനാർത്ഥി കാഫിറാണെന്ന് ആരോപിക്കുന്നു. ഇവിടെ സ്വന്തം സ്ഥാനാർത്ഥി കൗമാണ് എന്ന് പറയുന്നു. രണ്ടും രണ്ട് രീതിയാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. പോളറൈസേഷൻ ആണ് ലക്ഷ്യം. അല്ല നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അതിനെ ലഘൂകരിക്കുകയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. എൻ്റെ വാദങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു തരും എന്ന വ്യാമോഹമൊന്നും എനിക്ക് ഉള്ളതുകൊണ്ടല്ലോ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എനിക്കെൻ്റെ നിലപാട് പറയാൻ അവസരം ലഭിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു സാധ്യതയില്ലെന്ന് അറിയുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അജിംസും പിന്നെ ഞാനും ബാലകൃഷ്ണനും ഒക്കെ വക്കീലന്മാരും അജിംസ് ജഡ്ജിയുമായിട്ട് ഞാൻ കാണുന്നുമില്ല. നമ്മൾ നിങ്ങളുടെ ചാനലൊരു ഡിബേറ്റ് നടത്തുന്നു, അതിലെന്നെ വിളിച്ചു, ഞാൻ വരുന്നു, പങ്കെടുക്കുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ് മച്ച്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ല. ഇപ്പൊ KM ഷാജിക്കെതിരെ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എനിക്ക് മറുപടി പറയണമല്ലോ. നമ്മളൊരു വർഗീയ പരാമർശത്തെ അപകീർത്തിയായിട്ട് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ്. നാളെ ഞാൻ വർഗീയ പരാമർശമല്ലല്ലോ പറഞ്ഞത്, ഞാൻ അപകീർത്തിപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നൊരാൾ ചോദിച്ചാൽ പിന്നെ എങ്ങനെ തർക്കിക്കും? അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ തൂമ്പ എന്ന് വിളിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ല, വിളിച്ചോളൂ. ഞാൻ എൻ്റെ വെർഷൻ പറഞ്ഞുള്ളേ ഉള്ളൂ അജിംസേ. നിങ്ങൾക്ക് തൂമ്പ തന്നെ വിളിക്കാം. എനിക്ക് അതൊരു പണിയായുധം എന്നുള്ള നിലയിൽ പറയാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ടല്ലോ. ജനാധിപത്യപരമല്ലേ രാജ്യം. നിങ്ങൾക്കത് തൂമ്പ തന്നെ പറയാം. നിങ്ങൾ പറഞ്ഞ പണിയായുധം എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനത് തൂമ്പയായിട്ടാണ് കാണുന്നത്. കണ്ടോളൂ. എനിക്കതിനെ പണിയായുധമായിട്ട് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭഗവതിച്ച് തന്നാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ നേരത്തെ KM ഷാജിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വിധിയുണ്ടായി. സുപ്രീം കോടതി പോയി പിന്നെ അതൊക്കെ നീക്കി വന്നു. അത്തരം ചരിത്രങ്ങളൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ അന്ന് എന്തായിരുന്നു വിഷയം? ഒരു നോട്ടീസാണോ? 10 നോട്ടീസായിരുന്നല്ലോ. 10 കേന്ദ്രങ്ങളിൽ നിന്ന് ഇറങ്ങിയ അഴീക്കോട്. അതൊക്കെ അന്നൊരുപാട് ചർച്ച ചെയ്യപ്പെട്ടതല്ലേ. പിന്നെ ഇന്ന് അതേ ഷാജി പറയുന്നത് എങ്ങനെയാണ്? വർത്തമാനം പറഞ്ഞത് എങ്ങനെയാണ്? മതമാണ് പ്രശ്നം. അപ്പോൾ ഈ പിന്നെ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണോ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലയളവിൽ, അതിനോട് തൊട്ട് ചേർന്ന് നിന്ന കാലയളവിൽ ഒക്കെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്? അതോ LDF കൺവീനറായിരിക്കുന്ന CPMൻ്റെ മുതിർന്ന നേതാവായ TP രാമകൃഷ്ണനെ പോലുള്ള ആൾക്കാരാണോ ഇത്തരത്തിലുള്ള സാമുദായികവാദത്തിലൂടെ എതിരാളികളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്? അതൊരു പ്രശ്നമാണ്. അത് ചർച്ച ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ്. ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും അദ്ദേഹം അടക്കമുള്ള നേതാക്കളും ഇത്തരം ഒരു പ്രവർത്തന രീതിയാണ് അവലംബിക്കുന്നതെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം അത്ര ഒരു പ്രവർത്തന രീതി അവലംബിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ആ ഒരു വ്യത്യാസം എനിക്കുണ്ട് താനും. പക്ഷേ ഫാത്തിമ തഹ്ലിയയ്ക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്ത് തരം ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലവിലുള്ള നിയമപ്രകാരം എല്ലാ നടപടികളും, സമാശ്വാസ നടപടികൾ അവർക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ പിന്നെ അങ്ങനെ പ്രസ്താവന ഉണ്ടായിട്ടില്ല എന്ന കുയുക്തിയൊന്നും എനിക്കില്ല. ജീപ്പിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള മറുവാദവും എനിക്കില്ല. അത്തരത്തിലുള്ള തെറ്റായ വാദങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ വാഹനത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം, അത് നിരാകരിക്കപ്പെടണം. അതുമായി ബന്ധപ്പെട്ട എന്താണോ നിയമാനുസൃതം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ബന്ധപ്പെട്ടവർ ചെയ്യുകയും ചെയ്യട്ടെ. അതാണ് എൻ്റെ നിലപാട്. ശരി. ശ്രീ ഷാഫി ചാലിയം, ഇവിടെ എം ജെ ചന്ദ്രൻ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി. TP രാമകൃഷ്ണൻ എത്രയോ നാളായിട്ട് അവിടെ മത്സരിക്കുന്ന ഒരാളാണ്, CPMൻ്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഒരു വർഗീയ പരാമർശം നടത്തുമെന്ന് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ആക്ഷേപമില്ല. അങ്ങനെ അദ്ദേഹം വർഗീയത പറഞ്ഞായിട്ടൊരു ചരിത്രവും ഇല്ല. ഇനി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കണം, നടപടി സ്വീകരിക്കണമെന്ന് ജയചന്ദ്രനോട് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അഴീക്കോട്ട് എത്ര നോട്ടീസാണ് ഇറങ്ങിയത്? അത് അഴീക്കോട്ടെ അതേ സ്ഥാനാർത്ഥി പിന്നീട് മതമാണ് പ്രശ്നമെന്ന് പറയുന്നു. അപ്പോൾ ലീഗിൻ്റെ പ്രചാരണ രീതിയിൽ ഇത് കടന്നു വരുന്നുണ്ട്. അത് ചുമ്മാ പറയുന്നതല്ല, ചുമ്മാ ഒരു ആരോപണം വരുന്നതല്ല എന്നാണ് ഒരു വാദം. ഷാഫി ചാലിയം. ഇല്ല, മിസ്റ്റർ ജയചന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനിത് 2 മിനിറ്റായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. എന്നാലും ജയചന്ദ്രൻ അദ്ദേഹവുമായി ഒത്തിരി ചർച്ചയിൽ സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം ഏതായാലും ഈ പേരമ്പരയിലെ ഈ വെറുപ്പിൻ്റെ ഇത്തരം ആളുകളൊന്നും പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ
കെ എം ഷാജിക്ക് നേരെ അദ്ദേഹം മത്സരിക്കുന്ന കാലത്ത് ഇറങ്ങിയ നോട്ടീസുകൾ അത് എല്ലാ കോടതികളിലും പോയി പിന്നെ സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടും ആ നോട്ടീസുമായി ഷാജിക്ക് ഒരു ബന്ധമില്ലാമെന്ന് ഈ രാജ്യത്തിലെ എല്ലാ കോടതികളും സുപ്രീം കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതി ഒരാളെ വെറുതെ വിട്ടാലും നമ്മൾ വിടൂല എന്ന സമീപനമായിട്ട് ഇപ്പോഴും ചില ആളുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മതമാണ് നിങ്ങളത് ഏത് കോണ്ടസ്റ്റിൽ നിന്നാണ് പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ LGBTQ ഒക്കെ വരികയും വിദ്യാഭ്യാസ മേഖലയിൽ ചില പരിഷ്കരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, SFI ഉയർത്തിയ ചില പോസ്റ്ററുകൾ, SFIക്കെതിരെ ചില കോളേജ് പ്രിൻസിപ്പൽമാർ നടത്തിയ വലിയ അധിക്ഷേപങ്ങൾ, ക്യാമ്പസുകളിലെ ലൈംഗിക അരാജകത്വം, അതിന് SFI കൊടുക്കുന്ന ലീഡർഷിപ്പ്, ഇതൊക്കെ തുറന്നു പറഞ്ഞ് കാസർഗോഡുള്ള ഒരു കോളേജ് പ്രിൻസിപ്പൾക്ക് മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ കുറേ പിന്നെ എന്താ പറയുക, കുറേ എന്താണ് പിന്നെ കുറേ എക്സ് മുസ്ലിങ്ങൾ, അതേമാതിരി കുറച്ച് അങ്ങനത്തെ കുറേ ആളുകളൊക്കെ വന്നിട്ട് എല്ലാ കുഴപ്പത്തിനും കാരണം മതമാണ് എന്നൊരു പ്രചാരണം, ആ പ്രചാരണം SFIയും ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ കോൺടസ്റ്റിൽ നിന്ന് ആണ് പറയുന്നത് മതമല്ല എന്ന് പറയുന്നവരോട് മതം തന്നെയാണ് പ്രശ്നം. മതം എങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ലൊരു മനുഷ്യനാക്കിയത് മതമാണ്. മറ്റുള്ള പാവങ്ങളെ സഹായിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് മതമാണ്. എന്തെങ്കിലും മുന്നിൽ കണ്ടാൽ അത് കക്കുന്നതിൽ നിന്ന് നമ്മൾ വിലക്കുന്നത് പടച്ചവൻ കാണുന്നുണ്ട് എന്ന ബോധ്യത്താൽ മതമാണ്. മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമല്ല പറഞ്ഞത്. ഇസ്ലാം മതം മാത്രമാണ് എന്ന് ഷാജി പറഞ്ഞോ. മതം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിന് കൊടുത്തുന്ന അതേ പ്രാധാന്യം ക്രൈസ്തവതക്കും ഹൈന്ദവ മതത്തിനും അതുപോലെ സിഖ് മതത്തിനും സകല മതങ്ങൾക്കും. മതം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്. മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുന്നത്, തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുന്ന മതത്തിൻ്റെ ശിക്ഷകളാണ്. അപ്പം മതം മനുഷ്യനെ നന്നാക്കിയെടുക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞ ഒരു മനോഹരമായി എല്ലാവരും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു പരാമർശത്തിൽ ഈ മതം പ്രശ്നം എന്നത് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക, അതവിടെ നടക്കണം. അത് CPMൻ്റെ ഒരു ദാരിദ്ര്യമാണ്. അത് ഏറ്റെടുക്കുന്നവർ അങ്ങേയറ്റം എന്താണ് അല്പന്മാരാണെന്നേ പറയുള്ളൂ. ഇവിടെ നോക്കൂ, പേരാമ്പ്രയിൽ ഇവർ പറയുന്നത് ചില അറബി വാക്കുകൾ. അപ്പം വടകരയിൽ നമ്മൾ കണ്ടല്ലോ, വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട്, ആ കാഫിർ സ്ക്രീൻഷോട്ടുമായി ശ്രീമതി ടീച്ചർക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. ഇത് ചില ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇന്നെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയാൽ ഇവിടെ നാട്ടിലാകെ ധ്രുവീകരണം ഉണ്ടാവും. പ്രത്യേകിച്ച് കാഫിർ എന്ന പ്രയോഗം. ഈ കാഫിർ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെങ്കിലും ഈ സഖാക്കൾ ഇവരെ കൂടുതൽ മദ്രസ പോയി ആരുണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. മുസ്ലിങ്ങളല്ലാത്തവരെ വിളിക്കുന്ന പേരല്ല കാഫിർ. ഞങ്ങൾ മനസ്സിലാക്കണം. കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ ജനിക്കുകയും എന്നാൽ ഇസ്ലാം പറയുന്ന ഒരു അനുഷ്ഠാനം എടുക്കാതെ ജീവിച്ച ഷാഫി പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് അവിടെ പ്രാദേശികമായ ഏതോ നേതാവിന്റെ തലയിൽ വെച്ച ബുദ്ധിയായിരുന്നു എന്നും ഇവിടെ ഇപ്പോൾ നമുക്ക് കേട്ട അനൗൺസ്മെന്റും അങ്ങനെ തന്നെയാണ് എന്നുമാണ്. അതായത് ഒരു പാർട്ടിയുടെ ബ്രോഡർ പോളിസിയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ. ഞാനത് പറഞ്ഞു മുഴുവിച്ചോട്ടെ. ഞാൻ നിങ്ങളെ ചോദ്യത്തിൽ എന്താണോ ഉള്ളത് അതിൻ്റെ മറുപടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാം ജെയിംസേ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയും മനസ്സിലാക്കേണ്ടവർ ഒന്നും മനസ്സിലാക്കാത്തവരൊന്നും മനസ്സിലാവേണ്ടതുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകണില്ല. നമ്മളെ മാതാപിതാക്കളോട് മോനെ ജുമയ്ക്ക് പോകില്ലേ, ജുമയ്ക്ക് പോയില്ലേ ഈ കാഫിറാവുന്നത്, ബാങ്ക് കൊടുക്കണം ഈ പള്ളിയിൽ പോകില്ലേ, പള്ളിയിൽ പോയില്ലേ ഈ കാഫിറാവും. മനസ്സിലായില്ലേ? അപ്പം ഇത് വിശ്വാസികൾക്കിടയിലുള്ള പ്രശ്നമാണ്, അല്ല ഇതര സമുദായങ്ങൾ വിളിക്കേണ്ടതല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പോലും ഏതെങ്കിലും ഒരു മദ്രസ പോയ ആളുകളോ ഏതോ ഒരു മൊയിലേരോട് ചോദിച്ചാൽ ഈ അബദ്ധം ചെയ്യുമായിരുന്നില്ല. ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഇവരിത് വെച്ച് ഷാഫിയുടെ ലീഡ് 1,00,000 മേലോട്ട് പോയത് ഇരട്ടി കാഫറ. ഇതിൽ ശ്രീമതി ടീച്ചർക്ക് പങ്കില്ല എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുകയാണ്. പക്ഷേ ഇതിന് ഉറവിടം ആരാണെന്ന് കണ്ടെത്തിയാൽ അവരെ തക്കതായ നടപടി എടുത്തില്ല എന്നത് ശ്രീമതി ടീച്ചറും കുറ്റക്കാരനാണ്. ഇപ്പം എവിടെ എത്തിയെന്നുള്ള നമുക്കറിയല്ലോ. ഒരു DYFIൻ്റെ ഒരു നേതാവിൽ ചെന്ന് ഇവർ അന്വേഷിക്കുന്ന പോലീസ് തന്നെ ആ നേതാവിൽ നിന്ന് ഉണ്ടായതാണ്, ആ നേതാവിനെ എഴുന്ന് കിട്ടിയതല്ല, അതിനെ പ്രഭോഗീയത എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടും അതിനോട് ഒരു നടപടി എടുക്കാതെ മാറി നിൽക്കുമ്പോഴാണ് ശ്രീമതി ടീച്ചർ അടക്കം അവരുടെ പാർട്ടി അടക്കം പ്രതിസ്ഥാനത്താണ്. ഇവിടെ ഇതുപോലുള്ള ചില വാക്കുകൾ, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ആരോ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു തരില്ല കേട്ടോ, അങ്ങനെ കേൾക്കാം. നമ്മൾ ഇങ്ങനെ ഒരു പ്രചരണം ഫാത്തിമ നമ്മളെ കൗമാണ് എന്ന് ഏതെങ്കിലും തല തിരിഞ്ഞ് ഒരുത്തഞ്ഞ് പറഞ്ഞു എന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ എന്താ ചെയ്യേണ്ടത്?
അതിന് വലിയൊരു ടി പി രാമകൃഷ്ണൻ്റെ ഫോട്ടോ കിട്ടിയ വലിയൊരു വാഹനത്തിൽ 50,000 സൗണ്ടിൻ്റെ ഇതുള്ള പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാണ്? ഒരു ഔദ്യോഗികമായി ഒരാൾ മൈക്കെടുത്ത് പറയല്ല, ഒരു റെക്കോർഡ് പ്ലേ ആണ് അവിടെ നടക്കുന്നത്. ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? പണ്ട് നാദാപുരത്ത് കണാരനെ എന്തോ ഒന്ന് വിളിച്ചു എന്ന ഒരു ഊഹാപോഹത്തിൻ്റെ പേരിലാണ് 4-5 പേര് മരണപ്പെടുന്ന ഒരു കലാപത്തിലേക്ക് കലാശിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എന്തോ ചെക്ക അങ്ങനെ എന്തോ ഒരു വിളിയാണെന്ന് തോന്നുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇനി ഇത്തരം സാധനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതിയാണത്. അങ്ങനെ വന്നാൽ എന്താ അവിടെ സംഭവിക്കുക? ഫാത്തിമ തഹലിയ നമുക്കറിയല്ലോ, ഫാത്തിമ തഹലിയ ഒരു പ്രത്യേക ഒരു യുവത്വത്തിൻ്റെ ഒരു വല്ലാത്ത പ്രതീകമാണ്. അവരുടെ ലാൻഡിങ്ങിനെ നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലെ 140 മണ്ഡലത്തിലെ ആളുകൾ ലാൻഡ് ചെയ്തപ്പോഴാണോ? അത്രയും വലിയ വെരി അമാസിങ് ലാൻഡിങ് ആയിരുന്നു. അത്രയും എന്തുകൊണ്ട് ആ കുട്ടിയുടെ പ്രൊഫൈലാണ്. പിന്നെ 2 തലമുറ തമ്മിലുള്ള മത്സരമാണ്. പിന്നെ സ്വാഭാവികം ടി പി രാമകൃഷ്ണൻ എന്ന മുതിർന്ന ഒരു നേതാവിന് ഈ വലിയ ഇമ്മൻസ് സ്വാധീനം 10 വർഷക്കാല ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടും 20 വർഷം മുമ്പേ വരേണ്ട ബൈപ്പാസ് പോലും ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്കുള്ളിൽ ആണ് വന്നത്. 20 വർഷം പുറകിലാണ് പേരാമ്പ്ര എന്ന ഫാത്തിമയുടെ ആരോപണം. പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വന്ന് അവിടുത്തെ അവിഹിത പ്രശ്നങ്ങൾ, എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ജീവിതം, ചോർന്നൊലിക്കുന്ന കുടിലുകൾ, ഇതൊക്കെ CPM-നെ ഭയപ്പെടുത്തേണ്ടതാണ്. ഈ കുട്ടിയെ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ, പണ്ട് ശങ്കരാടി പറഞ്ഞ കാര്യം, എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് പരാജയം അണക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഒരുപക്ഷെ ടി പി രാമകൃഷ്ണനെ പോലെ ഉന്നതനായ വ്യക്തി, അദ്ദേഹം ഒരിക്കലും ഇതൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എന്നെപ്പോലുള്ളവർക്ക് പ്രയാസമുണ്ട്. എനിക്കൊക്കെ അറിയുന്ന നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം എന്ന മനുഷ്യനോടുള്ള മത്സരമല്ല, അദ്ദേഹം എന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഫൈറ്റാണ് നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ടി പി രാമകൃഷ്ണൻ എന്ന വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക ആ ഗരിമ, അദ്ദേഹത്തിൻ്റെ നല്ല രാഷ്ട്രീയക്കാരൻ, അതിനോടൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമാണ്. പക്ഷേ ഇതൊക്കെ ടി പി രാമകൃഷ്ണൻ അറിഞ്ഞുകൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ടി പി രാമകൃഷ്ണൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതൊക്കെ പിൻവലിപ്പിക്കലാണ്, അന്വേഷണം നടത്തലാണ്. ഇത്തരമൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാക്കിയത് ആരാണ്? ഈ പാർട്ടിയിലെ അവരെ വിളിച്ചിട്ട് താക്കീത് ചെയ്യലാണ്. കാരണം ഒരു 10-20,000 വോട്ടിൻ്റെ ലീഡെങ്കിലും ഈ ഇന്ന് നടത്തിയ ഈ കർമ്മം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേരാമ്പ്രയിലും നഷ്ടപ്പെടും, മറ്റു മണ്ഡലത്തിലേക്കും അത് ബാധിക്കും. അത്രയാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ എനിക്ക് പറയുന്നത്. ശ്രീ NV ബാലകൃഷ്ണൻ, അങ്ങനെ ഭയക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയായി ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ മാറിയോ? കാരണം പേരാമ്പ്ര എന്നൊക്കെ പറയുന്നത് CPM-ൽ എത്രയോ കാലമായിട്ടുള്ള ഷുവർ സീറ്റാണ്. അത് മറിച്ചിടണമെങ്കിൽ തീർച്ചയായിട്ടും ഫാത്തിമ തഹലിയെ കുറച്ച് CPM വോട്ടെങ്കിലും കിട്ടിയാൽ മതിയാവും. CPM-ന്റെ പരമ്പരാഗത വോട്ടുകൾ കാർന്നെടുത്താലല്ലാതെ അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയുമോ? അജിബ്സെ, ഞാൻ ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊരാളാണ് ഷാഫി ചാലിയം. അദ്ദേഹം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. മതം നമ്മുടെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ്, അല്ല മതമാണ് മനുഷ്യനെ നേരെ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചരിത്രത്തിൽ വലിയ ഉദാഹരണങ്ങളൊന്നുമില്ല. ഞാനതിൻ്റെ മറ്റ് തർക്കങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുമല്ല. ഞാൻ മതവിരുദ്ധനൊന്നുമല്ല. മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിവിശ്വാസമാണ്. അയാൾക്കത് തുടരാം. വിശ്വസിക്കാത്തവർക്ക് അതും ആവാം. അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചിലപ്പോൾ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചു വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇതുകൊണ്ടൊന്നുമല്ല ഒരു മനുഷ്യൻ നന്നാവുന്നതും ചീത്തയാവുന്നതും നമുക്ക് ലോകത്തിൻ്റെ അനുഭവം വെച്ച് പറയാൻ പറ്റും. ആ തർക്കത്തിലേക്ക് ഞാനില്ല. ഞാനതൊന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ നാളെ ഒരാൾ എന്നോട് നിങ്ങൾ കേട്ടിരുന്നാണല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ആ തർക്കത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ഒന്നും ഞാൻ ഏതായാലും ഇപ്പോൾ പോകുന്നില്ല. രണ്ടാമത്, നമ്മളിപ്പോൾ ഈ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള പ്രചാരണം ഇത് ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ മനുഷ്യൻ ചെയ്ത ഒരു കാര്യമാണ് എന്ന രൂപത്തിൽ ലഘൂകരിക്കാൻ പറ്റുന്നതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രചരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ഇത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഒരു മണ്ഡലത്തേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സാധനം ആരെങ്കിലും ഒരാൾ റെക്കോർഡ് ചെയ്ത് അവിടെ മാത്രം അങ്ങനെ പരിഗണിക്കാവുന്ന സ്ഥിതിയല്ല അതിനകത്തുള്ളത്. കേന്ദ്രീകൃതമായൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സംവിധാനമുള്ളൊരു ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സ്വാഭാവികമായിട്ട് അവരത് ഒരു ആലോചനയുടെ ഭാഗമായി ചെയ്യുന്നതാണെന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. അതൊരു വളരെ ലളിതമായിട്ട് ലഘൂകരിക്കാവുന്നതുമല്ല. ഞാൻ മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ അവരെയൊക്കെ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ പോവുമല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പേരാമ്പ്ര മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ചോദിച്ചതുപോലെ പേരാമ്പ്ര മണ്ഡലത്തിൽ ടി പി രാമകൃഷ്ണൻ ഒരാൾ പാട്ടും പാടി ജയിക്കും എന്നൊക്കെയാണ് പലരും നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന്
തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ഘട്ടം കഴിയുമ്പോൾ പേരാമ്പ്രയിലെ ആളുകൾ ഒരുമിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമെന്ന് വേണ്ട, മാധ്യമപ്രവർത്തകന്മാരൊക്കെ എല്ലാ മണ്ഡലങ്ങളെയും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു സ്വാഭാവികമായിട്ട് മീഡിയ വണ്ണിനും അങ്ങനെ ഒരു അന്വേഷണ സംവിധാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പേരാമ്പ്ര മണ്ഡലത്തിനെ കുറിച്ചുള്ള പഠനമൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ട്രെൻഡ് അവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് വലിയ തോതിൽ CPM-നെ ഭയപ്പെടുത്തുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി തോൽക്കുന്നത് പോലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ ഒരു മുസ്ലിം ലീഗിലെ ഒരു വളരെ ചെറിയൊരു പെൺകുട്ടിയോട് തോറ്റുപോകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതാവും. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള വെപ്രാളപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പേരാമ്പ്ര മണ്ഡലത്തിന് മാത്രം പ്രശ്നമല്ല, മതത്തെയും മതചിഹ്നങ്ങളെയൊക്കെ വളരെ ഉപയോഗിക്കുന്നതിനായിട്ട് അതിശക്തമായ നിലപാടുകൾ ഒരു കാലത്ത് സ്വീകരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ഓർക്കുകയാണ്, ഇന്ദിരാഗാന്ധിക്കെതിരായി കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഗുരുവായൂരിൽ വന്ന് തുലാഭാരം തൂക്കുന്ന ഒരു ചിത്രം ഒരു ദിവസം പുറത്തു വന്നു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഗുരുവായൂർ ചെന്ന്, അവർക്ക് വ്യക്തിപരമായ വിശ്വാസം ഉണ്ടാവാം, ആധാര വിശ്വാസം അവർ എങ്ങനെ വേണമെങ്കിൽ പ്രകടിപ്പിക്കട്ടെ, പക്ഷേ ഒരു മീഡിയയുടെ മുമ്പിൽ ഇതൊക്കെ ചിത്രീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഗുരുവായൂർ ചെന്നിട്ട് തുലാഭാരം തൂക്കുമ്പോൾ ഒരു ബഹുമത രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ വക്താവായി പോകുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരിക്കലും ഭരണാധികാരികൾ ഇതുപോലുള്ള മതചിഹ്നങ്ങളോ കാര്യങ്ങളോ ഉപയോഗിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതുമാത്രമല്ല, അതിന് CPM-ന് ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആ ജവഹർലാൽ നെഹ്റു വിശ്വാസിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അവിശ്വാസിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തുവാട്ടെ, ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും തൻ്റെ മതവിശ്വാസം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു നടപടി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്ന് കരുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ആ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നിടത്തേക്ക് ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവൻകുട്ടിയുടെ ഒരു ചിത്രം ഞാൻ കണ്ടു. ശിവൻകുട്ടി ഏതൊരു അമ്പലത്തിൽ നിന്ന് ഇലക്കീറിൽ ചന്ദനവും ഒക്കെ വാങ്ങിയിട്ട് നെറ്റിയിൽ ചന്ദനം പൂശിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് വളരെ പ്രയാസം തോന്നിയ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ SFI ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ നേതാവാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്, ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ ശിവൻകുട്ടിയെപ്പോലൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് വെച്ചിട്ട് ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇലക്കീറിൽ ചന്ദനം വാങ്ങിയിട്ട് അത് നെറ്റിയിലോട്ട് പൂച്ചിയിട്ട് ആളുകളെ കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശിവൻകുട്ടി വിശ്വാസിയാണോ അല്ലോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷെ അത് ഇതുവരെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇന്ന് വരെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസം. ഇനി VN വാസവൻ അപ്പുറത്തുനിന്ന് ഇതേ കാര്യം ചെയ്ത് നമ്മൾ കാണുകയാണ്. അതായത് ഈ വിശ്വാസത്തെ, ചിഹ്നങ്ങളെയൊക്കെ വോട്ടെടുപ്പിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ വിശ്വാസികളാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നൊക്കെ വരുത്തി തീർക്കാറില്ല. അതിൽ തന്നെ CPM-ന് വളരെ കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. ഹിന്ദു വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ ആകർഷിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, അതേസമയത്ത് തന്നെ SDP-യോട് വോട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായി മൊത്തത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ള ആളുകളെയൊക്കെ കൊണ്ടുനടക്കുന്നതിൻ്റെ പ്രശ്നം, ഇതൊക്കെ കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ പതാകയാണ് ഉപയോഗിച്ചത് എന്ന രൂപത്തിൽ സംഘപരിവാറിന് പ്രചരണം കൊടുക്കാവുന്ന രൂപത്തിൽ അതിന് അനുരോധമായിട്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പറയുകയാണ്, അവിടെ മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. അതായത് തങ്ങൾ പറയുന്നതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് എന്ന് ആലോചിക്കുന്നതിനപ്പുറത്തോട്ട് തങ്ങളുടെ ഏതാനും വോട്ടുകൾ അല്ലെങ്കിൽ വിജയം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇപ്പം CPM പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയത്തെ വലിയ അളവിൽ മുന്നോട്ട് വെച്ചുകൊണ്ട്, ഹിന്ദു അനുകൂലമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ വോട്ട് സമാഹരിക്കാൻ പറ്റുമോ നോക്കുന്നതിൻ്റെ ഭാഗമാണ് ശിവൻകുട്ടി ചന്ദനം തൊടുന്നതും വാസവൻ ചന്ദനം തൊടുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിന് കൂടെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശബരിമല സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ട് BJP-ക്ക് ഇപ്പോൾ കേസില്ല, അവരതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതുമാത്രമല്ല, ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJP-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുന്നില്ല. അവിടെ BJP ഇല്ല. അവിടുത്തെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നത് ആരെയും മുഖത്ത് കരുതേക്കാനൊന്നും, ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് ഞങ്ങൾ ആരെയും മുഖത്ത് കരുതേക്കാനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിയോടെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല,
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ കൃത്യമായ ഉദ്ദേശമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയത്തെ, സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു സമൂഹം മനസ്സിലാക്കേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള ഒന്നാം തരം അവസരമാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് CPM-ന്റെ പരിപാടിയിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കുക, അത് വേറെ പക്ഷം. പക്ഷേ അതിനെല്ലാം മുന്തിയ പരിഗണന തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ജനങ്ങളിൽ എത്തിക്കുന്ന രാഷ്ട്രീയം എന്താണ് ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയം അല്ലാതെ മറ്റെന്ത് രാഷ്ട്രീയമാണ്? വർഗ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്ന് CPM എവിടെയാണ് മുന്നോട്ട് വെക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് ഒരു മീഡിയയിൽ ഞാൻ വായിച്ച കാര്യം, അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, 260 കോടി രൂപയോ മറ്റുമാണ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പിണറായി വിജയൻ്റെ മുഖം ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കേരളത്തിൽ ചെലവഴിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് അവർ കൊടുത്ത കാശ്, അവർ ക്ഷേമനിധിയിൽ വെച്ച കാശിൽ നിന്ന് അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല. അതുപോലെ കാരുണ്യ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വളരെ ദുരിതം, അങ്ങനെ സമൂഹത്തിൽ അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ വലിയ തോതിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 260 കോടി രൂപ ചെലവഴിച്ചിട്ട് 3 മാസത്തേക്ക് മോഹൻലാലിനെ ആയിട്ടുള്ള നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച മോഹൻലാൽ അദ്ദേഹത്തിന് എന്തോ ഒരു സന്തോഷം തോന്നിയിട്ട് പിണറായി വിജയനെ പോയി കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അത് പുറത്തു വരണം. അങ്ങനല്ല, അതൊരു PR വർക്കിന്റെ ഭാഗമായിരുന്നു. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ താരമൂല്യത്തെ ഉപയോഗിച്ച് പിണറായി വിജയനെ പൊക്കിക്കാണിക്കാൻ നടത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു. ഇപ്പം അറിയാണ് അതിന് ആ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിന് 10 ലക്ഷത്തിലധികം ഉറുപ്പിക ചെലവഴിച്ചു എന്ന് വിവരാവകാശം പുറത്തു വരികയാണ്. എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? തമ്മിലുള്ള ബന്ധം എന്താണ്? മോഹൻലാലുമായുള്ള ഇന്റർവ്യൂവിന് 10 ലക്ഷം ചെലവഴിച്ചെന്ന വാർത്ത പുറത്തു വരുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. ഈ സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെച്ച 150 കോടിയോളം രൂപയിൽ 40% മാത്രമേ ഇന്നലെ മാർച്ച് 31 വരെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടിയുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ ഷാഫി ചാലിയം പോലും ഇതിനൊരു ബ്രോഡർ മുന്നണി നയമായി കാണുന്നില്ല. ഏതോ ഒരു പ്രാദേശിക നേതാവിന് പറ്റിയ അബദ്ധം, കാഫിർ സ്ക്രീൻഷോട്ടും അങ്ങനെ ഒരു അബദ്ധമായിരുന്നു എന്നാണ് ലീഗ് പോലും പറയുന്നത്. ലീഗ് എത്ര സൗമനസ്യത്തോടെയാണ് ഇതിനെ കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതല്ല, ഷാഫി ചാലിയം പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്തോടെയുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞയാളുടെ പേര് KM ഷാജി എന്നാണ്, ലീഗ് നേതാവാണ്. അപ്പോൾ അങ്ങനെ പറയുന്നവർ അല്പന്മാരാണ് എന്നാണ് പ്രിയ സുഹൃത്ത് ഷാഫി ചാലിയം പറഞ്ഞത്. അപ്പം ഞാൻ ആ അല്പന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടാവുന്നവനാണ്. ആ പൂമാല ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് വിരോധമൊന്നുമില്ല താങ്കളങ്ങനെ പറയുന്നതിൽ, അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അപ്പോഴും ഷാഫി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന നിലപാടിൽ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതൊരു മതരാഷ്ട്രമല്ല. മതരാഷ്ട്രമാക്കാൻ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും വക്താക്കൾ പല തരത്തിൽ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെയൊക്കെയും നമ്മൾ കൂട്ടായിട്ടും അവനവനെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ചെറുക്കാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രയോഗങ്ങൾ മാറിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നൊരു സാധാരണ പൗരൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഷാജി പറഞ്ഞ പ്രസ്താവനയെ കാണുന്നത്. ഇതിനേക്കാളും മുൻപ് സമാനതകളൊന്നുമില്ല. ഇത് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ ചേർക്കേണ്ട കാര്യവുമില്ല. എങ്കിലും ഈ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിഭജിക്കാനുള്ള ശ്രമം നടത്തുന്നു, അതിനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് NDP നമ്പൂതിരിപ്പാട് 1977 ഡിസംബർ 17 അദ്ദേഹത്തിൻ്റെ വിധിയെ തുടർന്നാണ് CH രാജിവെക്കേണ്ടി വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിക്ക് കോടതി വിധി കാരണം രാജിവെക്കേണ്ടി വരുന്നത്. പിറ്റേ ദിവസം K. മാണി മന്ത്രി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരിക. പിന്നീട് സേട്ട് സാഹിബിന് അദ്ദേഹം അതിന് മുൻപാണ്, അതിനൊരു 12 ദിവസം മുമ്പ് ഡിസംബർ 7 അദ്ദേഹത്തിന് രാജി വരുന്നത്. മന്ത്രിമാരെന്നുള്ള നിലയിൽ ഇവർ പിന്നീടാണ് രാജിവെക്കുന്നത്. അപ്പം മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി ശ്രമങ്ങൾ നടത്തിയതായി ഹൈക്കോടതിയിലെ ജഡ്ജി NDP നമ്പൂതിരിപ്പാട് കണ്ടെത്തി. അന്ന് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ് CH. അന്ന് ആ പത്രത്തിൽ വന്ന ഏതാനും റിപ്പോർട്ടുകളും ഒരു കാർട്ടൂണും ആണ് ആധാരമാക്കിയത്. CHനെ എല്ലാവർക്കും അറിയുമല്ലോ, മതേതര കേരളത്തിൻ്റെ പ്രശോഭയുള്ളൊരു മുഖമാണ് അദ്ദേഹം.
അദ്ദേഹം ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളല്ല. പക്ഷേ 25 കേസുകളാണ് തെരഞ്ഞെടുപ്പ് കേസുകൾ ആ സമയത്ത് കോടതി ചെന്നത്. ഈ 3 കേസുകൾ ഒഴികെ ബാക്കിയെല്ലാം വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ അന്നേ ഇത്തരത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ കോടതി നടത്തുന്നുണ്ട്. അവരത്തരക്കാരായതുകൊണ്ടാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ ചീഫ് എഡിറ്റർ CH അത്തരത്തിൽ ബോധപൂർവ്വം നിലപാടെടുത്തെന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ കോടതിക്ക് കോടതിയുടേതായ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ഇതൊക്കെ ഷാജി ഓർക്കണമെന്നേ. ഷാജിയെപ്പോലുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയുന്ന ഒരു വാചാടോപം, വാചക കസർത്ത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവും പ്രയോക്താവുമായിട്ട് മാറുന്ന എത്ര ലീഗ് നേതാക്കളുണ്ട് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ. എൻ്റെ അറിവിൽ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ അത്രത്തോളം പോകുന്നത്. ബാക്കിയൊക്കെ അതിനേക്കാളിലും ഗ്രേഡ് കുറഞ്ഞ നിലവാരത്തിൽ ഇത്തരം കാര്യങ്ങൾ, അപഹാസങ്ങൾ ചൊരിയാറുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ ശ്രമിച്ചതും അതാണ്. അത് നാളെയും പറയും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ലീഗ് അങ്ങനെയുള്ള പാർട്ടിയാണ് എന്ന വിദൂരമായ ഒരു ലാഞ്ചന പോലും എൻ്റെ വാക്കുകൾക്ക് കൽപ്പിക്കേണ്ടതില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലുമില്ല പറയാനായിട്ട്. അതൊരു കാര്യം. മറ്റ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹത്തിനോടാണ്, ബാലകൃഷ്ണനോടാണ് ചോദിക്കാനുള്ളത്. എന്താണ് താങ്കൾ പറയുന്നത്? CPIM-ന് വർഗീയ പ്രീണനം എന്ന് പറയുന്ന ഏത് ഭാഗത്താണെന്നുള്ള പേരാമ്പ്രയിൽ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ വർഗീയ പ്രീണനം കൊണ്ട് TP രാമകൃഷ്ണൻ അവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയെ പോലുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിൽ നാളെയും നല്ല ഭാവിയിൽ നിലനിൽക്കേണ്ടവരാണ്, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഷാഫി ചാലിയും പറയുന്നു അവർ 20,000 വോട്ടിന് ജയിക്കുമെന്ന് പറയുന്നു. ജനങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ ജയിക്കും. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല, വിയോജിപ്പുമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ വിധിയാണല്ലോ വരുന്നത്. അതൊക്കെ വരട്ടെ, ബാക്കി കാര്യങ്ങൾ അവരിപ്പം മത്സരിക്കുന്നത് തീരുമാനിക്കണം. പക്ഷേ എന്താണ് അവിടെ ഈ പറയുന്ന പോലെ വർഗീയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ വർഗീയത പ്രകോപിപ്പിക്കാനായിട്ട് CPM-ന്റെ എന്ത് പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം? മുസ്ലിം ലീഗിന്റെ നിരന്തര ആരോപണമാണ് CPM-നെതിരെ ഷാഫി ചാലിയം. അതായത് CPM വർഗീയ കാർഡുകൾ ഇറക്കുന്നു. അത് ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൂടിയാണ് KM ഷാജി പലപ്പോഴും CPM-നെ അറ്റാക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഈ വിഷയത്തിലും കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ വിഷയത്തിലും അത് CPM-ന്റെ പോളിസിയല്ല, പ്രാദേശികമായി സംഭവിക്കാവുന്ന ചില അപഭ്രംശങ്ങൾ എന്നാണ് താങ്കൾ കാണുന്നത്. അത് ലീഗിൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണോ? CPM അങ്ങനത്തെ കളി കളിക്കാത്ത ആൾക്കാരാണോ? ഷാഫി ചാലിയ അല്ല, അതായത് ഞാൻ CPM-ന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നല്ല. നമ്മളൊരു വിഷയത്തെ കാണുന്നത് നമുക്ക് ഓരോ വ്യക്തിത്വങ്ങൾ അറിയാം. ഇപ്പോൾ ഷൈല ടീച്ചറുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുണ്ടെങ്കിലും വലിയ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ വലിയ ഗരിമയുള്ള വലിയൊരു നേതാവാണ്. അവരെപ്പോലെ ആളുകൾ അവരുടെ അറിവോടെ ഇത്തരം ചീപ്പായ പ്രചരണ തന്ത്രങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം ആരാണ് എന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ അത്തരക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയേണ്ട ബാധ്യത ഷൈല ടീച്ചറെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവണമായിരുന്നു. അത് ഉണ്ടാവാത്തതാണ് ഇവിടെ പ്രശ്നം. കാരണം ഇതിനൊക്കെ മുകളിലെ നേതൃത്വത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതാണ്. കാരണം വടകരയിൽ ഒന്ന് പൊള്ളിയതാണ്. അതുകൊണ്ട് ഇവരിത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. വടകരയുടെ തൊട്ടുരുമി നിൽക്കുന്ന സ്ഥലമാണ് ഈ പേരാമ്പ്ര. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പേരാമ്പ്രയിൽ വെച്ചാണ്. മീഡിയ വണ്ണിൻ്റെ ക്യാമറ ടീം ഇങ്ങോട്ട് വരികയായിരുന്നു. ഇന്ന് കടിയങ്ങാട്ട് ഫാത്തിമ തെഹ്ലിയുടെ പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടേക്ക് വരാൻ 5 മിനിറ്റ് താമസിക്കാൻ കാരണം ഇന്നത്തെ CPM-ന്റെ അനൗൺസ്മെൻറ്റ് വണ്ടിയിലെ ഈ പരാമർശം കേട്ട് അതിൽ പ്രതിഷേധിച്ച് 5 പ്രമുഖ DYFIൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങളെ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. അവർ 5 പേരെയും മാലയിട്ട് സ്വീകരിച്ചിട്ടാണ് വരുന്നത്. ഇത് പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലെ കടിയങ്ങാട് എന്ന് പറഞ്ഞാൽ ചങ്ങരോത്ത് പഞ്ചായത്തിൽപ്പെട്ട ഒരു ചെറിയ ഒരു അങ്ങാടിയാണ്. ഇന്ന് പേരാമ്പ്ര മണ്ഡലത്തിൽ ഉടനീളം രാജികൾ DYFIയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. കാരണം അത്രമാത്രം ദാരിദ്ര്യം CPM-നുണ്ടോ?
ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രചരണം നടത്തിയാൽ ഇവിടുത്തെ വികസിത പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായി, അതാണ് ഞാൻ നേരത്തെ അജിംസിനോട് പറഞ്ഞത്, പേരാമ്പ്രയിലെ കുറേ പ്രശ്നങ്ങൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഫാത്തിമ തഹ്ലിയ ഓടി നടന്ന് കണ്ടെത്തി അവരെ കൂട്ടി വീഡിയോ ചെയ്ത് ഇവിടെ ആകെ പ്രശ്നങ്ങളുണ്ടായിരിക്കുകയാണ്. ആൾക്കാർക്കിടയിൽ വലിയ ചിന്ത ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുന്ന ബൈപ്പാസ് കാണിക്കുമ്പോൾ ഈ ബൈപ്പാസ് എന്ന് വരേണ്ടിയിരുന്നാണ്, ഒരു 20 കൊല്ലം മുമ്പ് വരേണ്ടിയിരുന്ന ഒരു ബൈപ്പാസ്. ആ രീതിയിലേക്ക് ഇവിടുത്തെ വികസന ചർച്ചകളൊക്കെ പോയപ്പോൾ അതിനെയൊക്കെ നടുവൊടിക്കുന്ന രീതിയിൽ വിഷയം വർഗീയപരമായ ചർച്ചയിലേക്ക് വഴിതിരിച്ചിടാൻ വേണ്ടി ഇത്ര വലിയൊരു ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് വിയോജിച്ചു, നിങ്ങൾ എന്നോട് നിങ്ങൾക്കത് വിയോജിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ഞാൻ മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ശാസ്ത്രത്തെ പേടിച്ച് ഞാൻ മാറി നിൽക്കില്ല. എനിക്കൊരു വസ്തു കണ്ട് ആവശ്യമുള്ളതാണ്, പക്ഷേ അത് എടുക്കാൻ എനിക്ക് പേടിയുണ്ട്. കാരണം മോഷണം മതത്തിൽ കുറ്റാണ്, ശാസ്ത്രത്തിൽ കുറ്റമല്ല, അത് മനസ്സിലാക്കണം. അതുപോലെ രക്തബന്ധം ഉള്ള സഹോദരനും സഹോദരിയും തമ്മിൽ, മാതാവും മകനും തമ്മിൽ, പിതാവും മകളും തമ്മിലൊക്കെ ലൈംഗിക ബന്ധം, ഇതിനൊന്നും ശാസ്ത്രത്തിന് മടിയില്ല. അതൊക്കെ കൊളും പാദവുമാണ് നമ്മളെ പഠിപ്പിച്ചത്. മതമാണ്, വിശ്വാസമാണ്, ഒരുപാട് കാര്യങ്ങൾ. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മതം എന്ന് പറയുന്നത് അവിടെ ഇസ്ലാം മതം എന്ന് ആര് പറഞ്ഞിട്ടില്ല? ഷാജി പറഞ്ഞിട്ടില്ല. മതമാണ്, മതമാണ്, മതമൂല്യങ്ങളാണ് ഞങ്ങളെ നല്ല മനുഷ്യരാക്കിയെന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് കൊള്ളുന്നത്? ശരി, നിങ്ങൾക്ക് എങ്ങനെ അത് കൊണ്ടുവന്നു നിങ്ങളുടെ ഹൃദയത്തിലേക്ക്? ശരി, അത് മുമ്പ് വിശദീകരിച്ചാണ്. എനിക്ക് സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എല്ലാ മതവിശ്വാസികൾക്ക് വേണ്ടിയാണ്. ശരി ശരി ശ്രീ NV ബാലകൃഷ്ണൻ, എനിക്ക് സമയം വളരെ കുറവുള്ളതുകൊണ്ടാണ് ഒറ്റ ചോദ്യം ജയേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് CPM എന്ത് വർഗീയ നേട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. മറുപടി അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ മറുപടി തന്നെയാണ് പറഞ്ഞത്. അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതായത് CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി വർഗ നിലപാടുകൾ മുന്നോട്ട് വെച്ച്, വർഗ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച്, തൊഴിലാളി വർഗത്തോടും കൃഷിക്കാരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ആണ് മുന്നോട്ട് പോകേണ്ടത്. CPM അത് കഴിയുന്നില്ല. കാരണം CPM വർഗ രാഷ്ട്രീയം ഉപേക്ഷിച്ചു, വഴിയിലെവിടെയോ ഉപേക്ഷിച്ചു, അത് കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിലോട്ട് പോയി. സ്വാഭാവികമായിട്ടും വർഗ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് അവർക്കൊരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ വലിയ തോതിൽ അവരെ കൂടെ നിന്നിരുന്ന മാസസ്, അതിൻ്റെ കൂടെ അവരെ കൂടെ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയായി നിന്നിരുന്ന തൊഴിലാളികളും കൃഷിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനുള്ള ചുളുവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ പേരാമ്പ്ര മണ്ഡലത്തെ എടുത്ത് നോക്കിയാൽ പേരാമ്പ്ര മണ്ഡലത്തിൽ വലിയ തോതിൽ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്, അതിനകത്ത് അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കിടയിലൊക്കെ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ മതത്തിനെതിരായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവർ വർഗീയമായിട്ടാണ് വോട്ട് പിടിക്കുന്നതെന്ന് ധരിപ്പിച്ചിട്ട് ആ വോട്ടുകളൊക്കെ ഇങ്ങോട്ട് ശേഖരിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രയോഗമാണ്. അതിനാണല്ലോ നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. വർഗീയത എന്ന് പറയുന്നത് സത്യത്തിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പോലുമല്ല, രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അഭ്യാസങ്ങൾ മാത്രമാണ്. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഇതാണ് ചെയ്യുന്നത്. കേരളത്തിലുടനീളം ചെയ്യുന്നുണ്ട്. ഞാൻ ശിവൻകുട്ടിയുടെ ഉദാഹരണം ഉൾപ്പെടെയുള്ള എല്ലാ ഉദാഹരണവും നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജയേന്ദ്ര സഖാവിന് അത് മനസ്സിലാകാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശരി, എന്തായാലും CPM-ന് ഔദ്യോഗികമായി ഇത് വിശദീകരിക്കാൻ കുറച്ച് പാടുപെടും. കാരണം അവർ തന്നെ അത് ഒരു നാണക്കേടായിട്ട് കാണുന്നു എന്നാണ് ഇതുവരെയുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അവർ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല ചെയ്തതെന്ന് പറയുകയാണ്. നന്ദി ശ്രീ NV ബാലകൃഷ്ണൻ, ശ്രീ ജയേന്ദ്രൻ, ശ്രീ ഷാഫി ചാലിയും ഇത്രയും സംസാരിച്ചതിനുണ്ട്.